തന്നെ അവർക്ക് ലോണ് അല്ലെങ്കിൽ കടമായി പണം കൊടുക്കുക, അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത്യാവശ്യമായിട്ടുള്ള സംഗതികൾക്കും വീട്ടിൽ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ഗൃഹനാഥനെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ അച്ഛനെ ആശ്രയിക്കാതെ, സഹോദരനെ ആശ്രയിക്കാതെ, ഭർത്താവിനെ ആശ്രയിക്കാതെ ഒക്കെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള സംവിധാനം എന്നുള്ള രീതിയിൽ കൂടിയാണ് ആദ്യമായി സ്ത്രീശക്തി. പിന്നീട് സ്ത്രീശക്തി യൂണിറ്റുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോൾ അവരെ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ കഴിയണമെങ്കിൽ മറ്റു സഹായങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഗവൺമെന്റിൽ നിന്നുള്ള സഹായം, ബാങ്കിൽ നിന്നുള്ള സഹായം ആ നിലയ്ക്ക് വരണം. അതിന് ഈ സ്വയം സമ്പാദ്യം നടത്തി അവർ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ ഒക്കെ അവർക്ക് ലോൺ കൊടുക്കുക, അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് സ്വയം ശാക്തീകരിക്കുക. അതാണ് സ്ത്രീശക്തി യൂണിറ്റുകളുടെ ആ ഉദ്ദേശം. അങ്ങനെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് അസൂയ അതിനോടൊപ്പം വിശുപ്പില്ല. കുറച്ച് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ചേർന്നിട്ട് അവരൊരു യൂണിറ്റൊക്കെ രൂപീകരിച്ച് അവർക്ക് തന്നെ സമ്പാദ്യം അത് കൊള്ളാം. ആ യൂണിറ്റിൽപ്പെടുന്ന ആളുകൾക്ക് ആ സ്ത്രീകൾ സമ്പാദിച്ച തുകയിൽ നിന്ന് അവർ തന്നെ ലോൺ കൊടുക്കുന്നു, അത് തിരിച്ചടവ്. അതുകൊണ്ട് രാജ് സാറാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയാണ്. സാറിന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള അഭിപ്രായം കൂടി അവരുടെ എല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതുപോലെയുള്ള സംഘടന ഇവിടെ മുരളി സൂചിപ്പിച്ചതുപോലെ പല സംഘടനകളിൽ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം താൽക്കാലികങ്ങളായിരുന്നു. എന്നാൽ നിങ്ങളുടെ സംഘം കഴിഞ്ഞ 20 വർഷക്കാലമായി ഇവിടുത്തെ ചികിത്സ അർഹിക്കുന്ന രോഗികൾക്ക് ചികിത്സ എത്തിക്കാൻ, ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ആശ്വാസം എത്തിക്കാൻ നല്ല ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 19 വർഷക്കാലത്തെ അനുഭവം നമ്മളെല്ലാം തെളിയിക്കുന്നു. തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഈ പരിസരമുള്ള മേഖലയിലേക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യന്റെ താല്പര്യങ്ങൾക്കും അവരുടെ ആഗ്രഹത്തിനും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പരിശ്രമം തുടർന്നുകൊണ്ട് ശ്രീ മോഹൻ സാറിനെ, ജെ മോഹൻകുമാർ സാറിനെ നിങ്ങളെല്ലാ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് തോന്നി അത് ചെറിയ അസൂയ. അവസാനം അംഗീകാരം വേണം. പുരുഷ സ്വയം സഹായത്തിൽ സർക്കാരിന്റെ സാറിനെ സംബന്ധിച്ച ബ്ലോക്കിൽ പറഞ്ഞ പുരുഷന്മാർക്ക് സഹായത്തിൽ ലാസ്റ്റിൽ പിന്നെ ഞങ്ങളുടെ എല്ലാ സമ്മർദ്ദത്തിന്റെ ഫലമായി അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചു. അംഗീകാരം കൊടുക്കുക, പുരുഷ സഹായ സംഘവും വേണമെങ്കിൽ ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഉണ്ടാക്കും, രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാം. പക്ഷേ ഗവൺമെന്റിന്റെ ലോണോ പ്പെട്ടതുപോലെ പാഠവരമ്പത്തിലൂടെ നമ്മൾ സ്കൂളിൽ പോകാൻ നമ്മുടെ ആ തൂങ്കരവള്ളി ഏലായിലൂടെ ഇങ്ങനെ വരുന്ന ആ കാലഘട്ടമൊക്കെ പോയി. പക്ഷേ അതില്ലെങ്കിലും പേരിലെങ്കിലും നമ്മുടെ കുട്ടികളെ ഒന്ന് കാണിക്കാൻ നെൽകൃഷി തമിഴ്നാട്ടിലല്ല കേരളത്തിലുമുണ്ട്, നമ്മുടെ പഞ്ചായത്തിലുമുണ്ട് എന്ന് കാണിക്കാനെങ്കിലും നെൽകൃഷി ഉണ്ടാവണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നെൽകൃഷിക്ക് വേണ്ടി അതിന് സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് നടത്താവുന്നതേ ഉള്ളൂ. നെൽകൃഷി നടത്തുകയാണെങ്കിൽ സബ്സിഡിയോടുകൂടി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രോത്സാഹനം തരും. പന്നി നമ്മളെ പറയുന്നതിനൊക്കെ വ്യാപകമായി വെടിവെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പറഞ്ഞ പോലെ ഇതിനെ മണ്ണെണ്ണ ഒഴിച്ച് നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമത്തിൽ പറഞ്ഞത്. അങ്ങനെ മൂന്നാമത്തെ പെട്ടിയിലേക്ക് നമ്മൾ തുറക്കുമ്പോൾ ആദ്യത്തെ പെട്ടി വളമായി കഴിയും.
അതിനെടുത്ത് നമുക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാം. ഇനി അതിനെ ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഉണക്കിയെടുത്ത് ഈ ഇനോക്കുലമായിട്ട് വീണ്ടും ഉപയോഗിക്കും. അപ്പൊ ഇതിന്റെ ഒരു സംസ്കരണ രീതി അതാണ്. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം